പാലക്കാട് പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കരാർ കമ്പനി താൽക്കാലികമായി പിൻവാങ്ങി. ADM തഹസിൽദാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ PP സുമോദ് MLA കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയിൽ 7.5 കിലോമീറ്റർ വരെയുള്ളവർക്ക് സൗജന്യയാത്ര അനുവദിക്കാമെന്ന പന്നിയങ്കരയിലെ കരാർ കമ്പനി അധികൃതർ നിലപാടെടുത്തിരുന്നു. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയ പ്രദേശവാസികളായ 10 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ളവർക്ക് ടോൾ പ്ലാസയിലൂടെ സൗജന്യയാത്ര വേണമെന്ന ആവശ്യത്തിൽ നിന്ന് സമരസമിതി പ്രവർത്തകരും ജനപ്രതിനിധികളും പിന്നോട്ടു പോയില്ല. ഇതോടെയാണ് ഇന്നു മുതൽ ആർക്കും സൗജന്യമില്ല എന്ന നിലപാടിലേക്ക് കരാർ കമ്പനി അധികൃതരും പോയത്. 6 മണിയോടെ തുടങ്ങിയ DYFI പ്രതിഷേധം ശക്തമായതോടെ ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഉടൻ തന്നെ ചർച്ച നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കാമെന്നും അതുവരെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ലെന്നും ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകി. 10 കിലോമീറ്റർ പരിധി എന്ന നിലയിലേക്ക് ഉറച്ചു നിൽക്കുകയാണ്. അതിനാവശ്യമായ വിവിധ പോയിന്റുകൾ, അതായത് ടോളിൽ നിന്ന് വിവിധ പഞ്ചായത്തുകളിലെ 10 കിലോമീറ്റർ പരിധിയിൽ വരുന്ന പോയിന്റുകൾ കണക്കാക്കി പ്രായോഗികമായ തീരുമാനത്തിലേക്ക് പോകുമെന്നതാണ് ഇതുമായി വന്ന് പറയാനുള്ളത്. ഉച്ചയ്ക്ക് MLAയുടെ സാന്നിധ്യത്തിൽ ADM തഹസിൽദാർ എന്നിവർ കരാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. 7-ാം തീയതി K രാധാകൃഷ്ണൻ MPയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുമെന്നും അതിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും PP സുമോദ് MLA അറിയിച്ചു. അതേസമയം MLAയും ഉദ്യോഗസ്ഥരും കരാർ കമ്പനി അധികൃതരുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് ശരിയല്ലെന്നായിരുന്നു ഒരു വിഭാഗം സമരസമിതി പ്രവർത്തകരുടെ ആരോപണം. അതിനിടെ തിരുവല്ലം ടോൾ പ്ലാസയിൽ വർദ്ധിപ്പിച്ച ടോൾ നിരക്കുകൾ ഇന്നു മുതൽ നിലവിൽ വന്നു. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഓരോ യാത്രയ്ക്കും 5 രൂപയും ലൈറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് 15 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ടോൾ പിരിവ് ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 5ാമത്തെ വർധനവാണ് തിരുവല്ലം ടോൾ പ്ലാസയിൽ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.